പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ പദാർത്ഥങ്ങളുടെ കണികകളുടെ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഫെറ്റ് സോഫ്റ്റ്വെയർ പരിചയപ്പെട്ടു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഗണിത പഠനം നമുക്ക് എളുപ്പമാക്കി തീർക്കുന്ന ഗണിതത്തിലെ ജ്യാമിതീയ രൂപങ്ങൾ വരയ്ക്കാനും അവയിലുള്ള മാറ്റങ്ങൾ നിരീക്ഷിക്കാനും അവയിൽ ഗണിതത്തിൽ പരീക്ഷണങ്ങൾ നടത്താനും നമ്മെ സഹായിക്കുന്ന ജിയോജിബ്ര എന്ന സോഫ്റ്റ്വെയറാണ് ഇനി പരിചയപ്പെടാൻ പോകുന്നത്. ആപ്ലിക്കേഷൻസിൽ എഡ്യൂക്കേഷനിൽ ജിയോജിബ്ര ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് കണക്കിലും പരീക്ഷണങ്ങൾ നടത്താം. ജിയോജിബ്ര ഓപ്പണായി വന്നിട്ടുണ്ട്. ഈ ആക്സിസ് നമുക്ക് മാറ്റാം, ഗ്രിഡും മാറ്റാം, എന്നിട്ടത് ഫുൾ സ്ക്രീനാക്കി മാറ്റുകയാണ്. ഇതാണ് ജിയോജിബ്രയുടെ സ്ക്രീൻ. ഇവിടെ മേലെ കാണുന്നത് ഓരോ ടൂളുകളാണ്. നമുക്ക് ചിത്രം വരയ്ക്കാൻ ആവശ്യമായ ജ്യാമിതീയ ചിത്രങ്ങൾ വരയ്ക്കാനുള്ള ടൂള് ഓരോന്നായി നമുക്ക് പരിചയപ്പെടാം. ഇത് പോയിൻ്റാണ്, നിങ്ങൾക്ക് കാണാൻ ഇവിടെ ഒരു പോയിൻറ്റിൻ്റെ അടയാളം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോയിൻറ്റിൽ തന്നെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. ഒരു പോയിൻ്റ് എന്നുണ്ടോ, ഇത് ഈ പോയിൻ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു പോയിൻ്റ് അടയാളപ്പെടുത്താൻ കഴിയും. ഇനി അടുത്തത് ഓപ്ഷൻ ലൈൻ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഈ ലൈനിൽ ഫസ്റ്റിൽ ലൈന് വരക്കാം. അത് ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു ലൈന് വരക്കാൻ കഴിയും. ഇവിടത്തേക്ക് വരച്ചു. ഇനി അടുത്ത അതിൽ തന്നെയുള്ള ഓപ്ഷനാണ് സെഗ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ലൈനല്ല, ഒരു രേഖാഖണ്ഡം എന്നാണ് കിട്ടുക, നിശ്ചിത അളവുള്ള. ഇനി അതല്ലാണ്ട് നമുക്ക് ഒരു 5 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള രേഖാഖണ്ഡം വരക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ സെഗ്മെൻറ്റ് വിത്ത് ഗിവൺ ലെങ്ത് എടുക്കുക. എന്നിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇവിടെ എത്രയാണ് ലെങ്ത്ത് എന്ന്. അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 5 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അടിക്കുക. അപ്പോൾ നമുക്ക് 5 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു വര വന്നു. ഇനി ചെയ്യാൻ പോകുന്നത് പെർപെൻഡിക്കുലർ ലൈനാണ്. പെർപെൻഡിക്കുലർ ലൈൻ ഉണ്ട്, പാരലൽ ലൈൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ലംബം, പിന്നെ സമാന്തര വര, പിന്നെ മധ്യലംബം, പിന്നെ ആംഗിൾ ബൈസെക്ടർ, കോണിൻ്റെ സമഭാജി, ഇതൊക്കെ വരക്കാനുള്ളതാണ്. ഇതൊക്കെ താഴോട്ടുള്ളതൊക്കെ മേലെയുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ലൈൻ ലംബം വരക്കുന്നത് നോക്കാം. ആദ്യം ഒരു വര വരക്കണം അല്ലേ. ഒരു വര വരച്ചു. ഇതെവിടെ ഒരു വര വരച്ചിട്ടുണ്ട്. ഈ വരക്ക് ലംബം വരക്കണം. അപ്പോൾ നമ്മൾ പെർപെൻഡിക്കുലർ എന്ന് പറയുന്ന ഈ ടൂൾ എടുക്കും. പെർപെൻഡിക്കുലർ ലൈൻ എടുത്തു. ഏത് വരക്കാണ് പെർപെൻഡിക്കുലർ വരക്കേണ്ടതെന്ന് കാണിച്ചു കൊടുക്കുക. ഒരു കൈ അടയാളം വന്നിട്ടുണ്ട്. അപ്പോൾ പെർപെൻഡിക്കുലർ വന്നിട്ടുണ്ട്. പെർപെൻഡിക്കുലറിന് ഏത് പോയിന്റിലേക്ക് വേണമെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇവിടെ വെച്ചാൽ ഇവിടെ പെർപെൻഡിക്കുലർ വന്നു. ഇനി നമുക്ക് ബിയിലൂടെ ഒരു പെർപെൻഡിക്കുലർ വരക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ പെർപെൻഡിക്കുലർ ലൈൻ എടുക്കുക. എന്നിട്ട് ഈ വരക്കാണ് വേണ്ടത്. എന്നിട്ട് അത് ബിയിൽ കൊണ്ടുപോയി വെക്കുക. പെർപെൻഡിക്കുലർ വരയായി. ഇനി നമുക്ക് എങ്ങനെ ഒരു പാരലൽ ലൈൻ സമാന്തര വര വരക്കാൻ നോക്കാം. ഒരു വര ആദ്യം വരഞ്ഞിട്ടുണ്ട്. അതിന് സമാന്തര വര വരക്കാൻ പാരലൽ ലൈൻ എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. ഏത് വരക്കാണോ പാരലൽ ലൈൻ വരക്കേണ്ടത് കാണിച്ചു കൊടുക്കുക. ഒരു കൈ അടയാളം വന്നിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. പാരലൽ ലൈൻ, ഇവിടെ ഇതൊരു പാരലൽ ലൈനാണ്.
ഇവിടെ ഇനി ഇതിനു വേണ്ടി ഇനിയും പാരലൽ ലൈൻ വരക്കാം. സമാന്തര വര വന്നു. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഒരു ബഹുഭുജം വരക്കുന്നത്. ത്രികോണം വരക്കാം, പിന്നെ ചതുരം വരക്കാം. പിന്നെ പോളിഗൺ എന്ന് പറയുന്ന ഓപ്ഷനാണ് എടുക്കുന്നത്. പോളിഗൺ എടുത്തു. എത്ര വശമുള്ള വേണമെങ്കിലും നമുക്ക് വരക്കാം. ഞാനിപ്പോൾ വരക്കുന്നത് ഇപ്പോൾ 3 വശമായി, 4 വശമായി, 5 വശമായി, ഇപ്പോൾ 6 വശമായി. 6 വശമുള്ള ഷഡ്ഭുജമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു ഡിസ്റ്റൻസ് ഓർ ലെങ്ത് എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ ഈ ലൈനിൻ്റെ നീളം നമുക്ക് കിട്ടും. നമുക്ക് നോക്കാം. ഈ ടൂൾ എടുക്കുക, എന്നിട്ട് ഏത് ലൈനിൻ്റെ ഡിസ്റ്റൻസ് നീളമാണോ അറിയേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നീളം വന്നിട്ടുണ്ട് 3.13 എന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ 3.89 എന്ന് വന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ സ്കെയിൽ എടുക്കാതെ നീളമൊക്കെ ഇവിടെ കിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആംഗിളാണ് കണ്ടുപിടിക്കുന്നത്. ഇതിൻ്റെ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അതിന് ആദ്യം ഡിസ്റ്റൻസ് കണ്ടത് ഞാൻ അങ്ങോട്ടേക്ക് മായ്ക്കുകയാണ്. ഇനി ആംഗിൾ കണ്ടുപിടിക്കണം. അതിന് ഈ ടൂളിൽ നിന്ന് ആംഗിൾ എടുക്കുക. ബി എന്ന് പറയുന്ന ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ABC എന്ന് പറയുന്ന ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. സി എന്ന് ക്ലിക്ക് ചെയ്തു, ബി എന്ന് ക്ലിക്ക് ചെയ്തു. നമ്മൾ ക്ലിക്ക് ചെയ്ത് തെറ്റിപ്പോയി. ക്ലിക്ക് ചെയ്യുമ്പോൾ എ എന്ന് ക്ലിക്ക് ചെയ്തു, ബി എന്ന് ക്ലിക്ക് ചെയ്തു, സി എന്ന് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ആംഗിൾ അവിടെ കിട്ടി 122 ഡിഗ്രിയാണ്. ഇനി സി എന്ന് പറയുന്ന ആംഗിൾ അങ്ങനെ കിട്ടും നോക്കാം. ബിയിൽ ക്ലിക്ക് ചെയ്തു, സിയിൽ ക്ലിക്ക് ചെയ്തു, അടുത്തത് ഡിയിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ സി എന്ന് പറയുന്ന ആംഗിളിൻ്റെ ഡിഗ്രി അവിടെ വന്നിട്ടുണ്ട് 104 ഡിഗ്രിയാണ്. അപ്പോൾ ഇങ്ങനെ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്തത് ഏരിയ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഉള്ളിൽ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ഈ ഷഡ്ഭുജത്തിന് എത്ര പരപ്പളവുണ്ടെന്ന് ഏരിയ എന്ന് പറഞ്ഞാൽ പരപ്പളവ് കിട്ടി. ഇനി നമ്മൾക്ക് ഇതിനൊരു ഹെഡിങ് കൊടുക്കണം എന്ന് വിചാരിക്കുക. ഈ ചിത്രത്തിൻ്റെ ഹെഡിങ് ബഹുഭുജാണല്ലോ. അതിന് ഇംഗ്ലീഷിൽ പോളിഗൺ എന്നാണ് പറയുക. അപ്പോൾ ഞാൻ പോളിഗൺ എന്ന ഹെഡിങ് എനിക്ക് കൊടുക്കണം. അതിനിവിടെ ടെക്സ്റ്റ് കണ്ടോ, നിങ്ങൾ ABC ടെക്സ്റ്റ് എടുക്കുക. എവിടെയാണ് ഹെഡിങ് വേണ്ട അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് ഞാൻ ക്ലിക്ക് ചെയ്തത്, അവിടെയാണ് ഹെഡിങ് വരിക. അപ്പോൾ ഇവിടെ ഒരു ജാലകം വന്നിട്ടുണ്ട്. ആ ജാലകത്തിൽ നമുക്ക് വേണ്ടുന്ന ഹെഡിങ് കൊടുക്കുക. പോളിഗൺ എന്ന് കൊടുത്തു, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ പോളിഗൺ എന്ന ഹെഡിങ് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് കളർ കൊടുക്കണോ വലിപ്പം കൂട്ടണോ എന്നൊക്കെ ചെയ്യാൻ വേണ്ടി ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുക്കുക. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ ടെക്സ്റ്റ് അല്ലേ, ഇവിടെ കുറച്ച് വലുതാകണമെങ്കിൽ ഇപ്പോൾ സ്മോളാണുള്ളത്, നമുക്ക് വെരി ലാർജ് ആക്കി നോക്കാം. അപ്പോൾ വലുതായി. ഇനി കളർ, ഇതിന് ചുവപ്പ് കളർ കൊടുക്കാൻ വേണ്ടി കളർ സെലക്ട് ചെയ്യുക. അത് ചുവപ്പായി മാറി. ഇനി
പൊസിഷൻ ചോദിക്കുന്നുണ്ട്. എയുടെ അടുത്താണ്, എ എന്ന് കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ എഫിൽ കൊടുത്തു നോക്കാം. താഴോട്ട് വന്നു. ഇങ്ങനെ നമുക്ക് ഹെഡിങ്ങും കൊടുക്കാം. ഇനി ഈ പോളിഗൺ എന്ന് പറയുന്ന ഇതിനെ നമുക്ക് മൂവ് ചെയ്യുക. ഈ നമ്മളിത് മൂവ് ടൂളുണ്ട് ഇവിടെ. മൂവ് ടൂൾ എടുത്ത് കഴിഞ്ഞിട്ട് ഇതിനെ നമുക്ക് വേണ്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. ഇങ്ങനെ മാറ്റുകയും ചെയ്യാം. അപ്പോൾ ഈ ടൂളുകൾ നിങ്ങൾ ചെയ്തു നോക്കി പരിചയപ്പെടുക. താങ്ക് യു.